സോ ഡോക്ടേഴ്സ് നമ്മൾ ഹെഡ് ആൻഡ് നെക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് സെക്ഷനിൽ മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നൗ വി ആർ ഗോയിങ് ടു anterior triangles of neck and most importantly anterior triangles of neck. ഓക്കെ, അപ്പോൾ ആൻറ്റീരിയർ ട്രയാങ്കിൾസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ആൻറ്റീരിയർ പാർട്ട് നെക്കിൻ്റെ ആൻറ്റീരിയർ പാർട്ടിലെ മസിൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെട്ടിരിക്കുക. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് sternocleidomastoid. This is the sternocleidomastoid and there is digastric muscle. You can see this is the superior belly of digastric muscle and this is the inferior belly of digastric muscle. And there is omohyoid muscle അല്ലേ. അപ്പോൾ omohyoid muscle superior belly, this is the can you see this is the superior belly of omohyoid and this is the inferior belly of omohyoid. Okay, then there is thyrohyoid muscle. This is thyrohyoid muscle and here is sternothyroid muscle. Here is the sternothyroid muscle. Okay, അപ്പോൾ ഇത്രയും മസിൽസ് ഒക്കെ ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് വെക്കുക എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഈ മസിൽസ് ഒക്കെയാണ് നമ്മുടെ ആൻറ്റീരിയർ ട്രയാങ്കിൾസിൽ ഡിവിഷൻ വരുമ്പോൾ അതിൻ്റെ ബൗണ്ടറീസ് ആയിട്ട് വരുന്നത്. ഹിയർ ഈസ് ഡെൽറ്റോയിഡ് ഉണ്ട്, ട്രപ്പീസിയസ് ഉണ്ട്. ഓക്കെ, ഇത്രയും മസിൽസ് ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് വെക്കുക. ഇനി ട്രയാങ്കിൾസ് ഓഫ് നെക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ദിസ് ഈസ് ദ ആൻറ്റീരിയർ ട്രയാങ്കിൾ. ഓക്കെ, ദിസ് ഈസ് ദ ആൻറ്റീരിയർ ട്രയാങ്കിൾ. സോ അപ്പോൾ ആൻറ്റീരിയർ ട്രയാങ്കിളിൻ്റെ ബോർഡേഴ്സ് എങ്ങനെയായിരിക്കും വരിക? നമ്മൾ ജനറലി നോക്കുകയാണെങ്കിൽ ആൻറ്റീരിയർ ട്രയാങ്കിളിൻ്റെ ബോർഡർ എന്ന് പറയുന്നത് പോസ്റ്റീരിയർലി സ്റ്റെർണോക്ലീഡോമാസ്റ്റോയിഡിൻ്റെ ആൻറ്റീരിയർ ബോർഡർ ആയിരിക്കും വരിക. ഓക്കെ, ദെൻ ഇവിടെ മിഡ് ലൈൻ ആയിരിക്കും. ബേസ് ആയിട്ട് വരുന്നത് മാൻഡിബിൾ ആയിരിക്കും. മാൻഡിബിൾ ഈസ് ദ ബേസ്. ഓക്കെ, മാൻഡിബിൾ സ്റ്റെർണോക്ലീഡോമാസ്റ്റോയിഡിൻ്റെ ആൻറ്റീരിയർ ബോർഡറും മിഡ് ലൈനും ഇത്രയും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ആൻറ്റീരിയർ ട്രയാങ്കിൾ വരുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ ആൻറ്റീരിയർ ട്രയാങ്കിൾ. ഇനി അതിനെ വീണ്ടും ഒരു 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സബ്മെൻ്റൽ ട്രയാങ്കിൾ, സബ് മാൻഡിബുലർ ട്രയാങ്കിൾ, കാരോട്ടിഡ് ട്രയാങ്കിൾ ആൻഡ് മസ്കുലർ ട്രയാങ്കിൾ. ഇങ്ങനെ വീണ്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സബ്മെൻ്റൽ ട്രയാങ്കിൾ. യു ക്യാൻ സീ ദിസ് ഈസ് ദ സബ്മെൻ്റൽ ട്രയാങ്കിൾ. ഒരു പിങ്ക് ഷെയ്ഡിൽ കാണാൻ പറ്റും സബ്മെൻ്റൽ ട്രയാങ്കിൾ. അപ്പോൾ സബ്മെൻ്റൽ ട്രയാങ്കിളിൻ്റെ മീഡിയലി ഈസ് മിഡ് ലൈൻ ആയിരിക്കും വരിക. ഇൻഫീരിയർലി വരുന്നത് ഈസ് ഹയോയിഡ് ബോൺ. ലാറ്ററലി വരുന്നത് ആൻറ്റീരിയർ ബെല്ലി ഓഫ് ഡൈഗ്യാസ്ട്രിക്. ദിസ് ഇസ് ദ ഡൈഗ്യാസ്ട്രിക് മസിൽ. ഡൈഗ്യാസ്ട്രിക് മസിലിൻ്റെ ആൻറ്റീരിയർ ബെല്ലി ആയിരിക്കും സബ്മെൻ്റൽ ട്രയാങ്കിളിൻ്റെ ലാറ്ററൽ ബോർഡറായിട്ട് വരിക. ഓക്കെ, മീഡിയലി വരുന്നത് മിഡ് ലൈൻ തന്നെയായിരിക്കും. ഇൻഫീരിയർലി ഹയോയിഡ് ബോൺ ആൻഡ് ലാറ്ററലി ആൻറ്റീരിയർ ബെല്ലി ഓഫ് ഡൈഗ്യാസ്ട്രിക് മസിൽ ആയിരിക്കും വരുന്നത്. സോ അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ, സബ്മെൻ്റൽ ട്രയാങ്കിൾ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സബ്മാൻഡിബുലർ ട്രയാങ്കിൾ. സബ്മാൻഡിബുലർ ട്രയാങ്കിൾ ഏതാണ്? ഐഡൻറ്റിഫൈ ചെയ്തു. സബ്മാൻഡിബുലർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഓക്കെ, ഇതാണ് സബ്മാൻഡിബുലർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ കാണിച്ചിട്ട് ഡൈഗ്യാസ്ട്രിക് ട്രയാങ്കിൾ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ സബ്മാൻഡിബുലർ ട്രയാങ്കിൾ. ഓക്കെ, അതിൻ്റെ ബോർഡേഴ്സ് നോക്കാം. സുപ്പീരിയർലി മാൻഡിബിൾ ആണ് വന്നിരിക്കുന്നത്. ദെൻ ആൻറ്റീരിയർലി ആൻറ്റീരിയർ ബെല്ലി ഓഫ് ഡൈഗ്യാസ്ട്രിക് ആൻറ്റീരിയർ ബെല്ലി ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ പോസ്റ്റീരിയർലി ഡൈഗ്യാസ്ട്രിക്കിൻ്റെ പോസ്റ്റീരിയർ ബെല്ലിയാണ്. സോ അപ്പോൾ രണ്ട് ബോർഡേഴ്സിൽ ഡൈഗ്യാസ്ട്രിക് മസിലിൻ്റെ ആൻറ്റീരിയർ ബെല്ലിയും പോസ്റ്റീരിയർ ബെല്ലിയാണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് അതിനെ ഡൈഗ്യാസ്ട്രിക് ട്രയാങ്കിൾ എന്നും പറയും. സബ്മാൻഡിബുലർ ട്രയാങ്കിൾ തന്നെയാണ് ഡൈഗ്യാസ്ട്രിക് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ട് ബോർഡേഴ്സിൽ ഡൈഗ്യാസ്ട്രിക്കിൻ്റെ ആൻറ്റീരിയർ ബെല്ലി ആൻഡ് പോസ്റ്റീരിയർ ബെല്ലി ആയിരിക്കും വരുന്നത്. സുപ്പീരിയർലി മാൻഡിബിൾ ആണ് വരുന്നത്. അതാണ് സബ്മാൻഡിബുലർ ട്രയാങ്കിൾ. സോ അപ്പോൾ നമ്മൾ സബ്മെൻ്റൽ ട്രയാങ്കിൾ നോക്കി, സബ്മാൻഡിബുലർ ട്രയാങ്കിൾ നോക്കി. സബ്മെൻ്റൽ ട്രയാങ്കിൾ നോക്കുക, ഈ സൈഡിലേക്ക് ഡൈഗ്യാസ്ട്രിക്കിൻ്റെ ആൻറ്റീരിയർ ബെല്ലി വന്നിട്ടാണ് സബ്മെൻ്റൽ ട്രയാങ്കിളും സബ്മാൻഡിബുലർ ട്രയാങ്കിളും ഫോം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കാരോട്ടിഡ് ട്രയാങ്കിൾ. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാരോട്ടിഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. കാരോട്ടിഡ് ട്രയാങ്കിൾ അതിൻ്റെ ബൗണ്ടറീസും കണ്ടന്റും ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കാരോട്ടിഡ് ട്രയാങ്കിൾ നോക്കുക. അഗെയിൻ ദിസ് ഇസ് എ കാരോട്ടിഡ് ട്രയാങ്കിൾ. കാരോട്ടിഡ് ട്രയാങ്കിളിൻ്റെ സുപ്പീരിയർലി ആരാണ് വന്നിരിക്കുന്നത്? ഡൈഗ്യാസ്ട്രിക്കിൻ്റെ പോസ്റ്റീരിയർ ബെല്ലി. ലാറ്ററലി ദർ ഈസ് മീഡിയൽ ബോർഡർ ഓഫ് സ്റ്റെർണോക്ലീഡോമാസ്റ്റോയിഡിൻ്റെ മീഡിയൽ ബോർഡർ. ദെൻ ഇൻഫീരിയർലി സുപ്പീരിയർ ബെല്ലി ഓഫ് ഓമോഹയോയിഡ്. നമ്മൾ ഓമോഹയോയിഡ് മസിൽസ് നേരത്തെ ലൊക്കേറ്റ് ചെയ്തതാണ്. ഇതാണ് ഓമോഹയോയിഡിൻ്റെ സുപ്പീരിയർ ബെല്ലി ആൻഡ് ദിസ് ഈസ് ദ ഇൻഫീരിയർ ബെല്ലി. സോ അപ്പോൾ കാരോട്ടിഡ് ട്രയാങ്കിളിൻ്റെ ഇൻഫീരിയർലി വന്നിരിക്കുന്നത് ഓമോഹയോയിഡ് മസിലിൻ്റെ സുപ്പീരിയർ ബെല്ലിയാണ്. ഇപ്പോൾ കാരോട്ടിഡ് ട്രയാങ്കിൾ നോക്കുക. അതിൻ്റെ സുപ്പീരിയർലി വന്നിരിക്കുന്നത് ഡൈഗ്യാസ്ട്രിക്കിൻ്റെ പോസ്റ്റീരിയർ ബെല്ലി ആൻഡ് ലാറ്ററലി മീഡിയൽ ബോർഡർ ഓഫ് സ്റ്റെർണോക്ലീഡോമാസ്റ്റോയിഡ് ആണ്. ഇൻഫീരിയർലി സുപ്പീരിയർ ബെല്ലി ഓഫ് ഓമോഹയോയിഡ്. ഇത്രയാണ് കാരോട്ടിഡ് ട്രയാങ്കിളിൻ്റെ ബൗണ്ടറി ആയിട്ട് വന്നിരിക്കുന്നത്. Then there is a muscular triangle. ഒരു ഗ്രീൻ ഷെയ്ഡിൽ കാണിച്ചിട്ടുണ്ട്. ദിസ് ഇസ് ദ മസ്കുലാർ ട്രയാങ്കിൾ. മസ്കുലാർ ട്രയാങ്കിളിൽ സുപ്പീരിയർലി ഹയോയിഡ് ബോൺ ആണ്. മീഡിയലി നിങ്ങൾക്കറിയാം മിഡ് ലൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ദെൻ സുപ്രോലാറ്ററലി സുപ്പീരിയർ ബെല്ലി ഓഫ് ഓമോഹയോയിഡ്. ഈ ഒരു ബോർഡർ ഫോം ചെയ്തിരിക്കുന്ന രണ്ട് മസിൽസ് ചേർന്നിട്ടാണ് അല്ലേ. സുപ്രോലാറ്ററലി വന്നിരിക്കുന്നത് മുകൾ ഭാഗത്തായിട്ട് ഓമോഹയോയിഡിൻ്റെ സുപ്പീരിയർ ബെല്ലിയും താഴെ ഇൻഫീരിയർലി വന്നിരിക്കുന്ന സ്റ്റെർണോക്ലീഡോമാസ്റ്റോയിഡിൻ്റെ ഇൻഫീരിയർ പോർഷനുമാണ്. അപ്പോൾ ഈ ഒരു ബോർഡർ രണ്ട് മസിൽസ് ചേർന്നിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത് മസ്കുലാർ ട്രയാങ്കിളിൻ്റെ. ഓമോഹയോയിഡിൻ്റെ സുപ്പീരിയർ ബെല്ലിയും സ്റ്റെർണോക്ലീഡോമാസ്റ്റോയിഡിൻ്റെ മീഡിയൽ ബോർഡറും കൂടെ ചേർന്നിട്ടാണ് ഈ ബോർഡർ ഫോം ചെയ്തിരിക്കുന്ന മസ്കുലാർ ട്രയാങ്കിളിൻ്റെ. ഓക്കെ, ദെൻ ദിസ് ഇസ് ദ മിഡ് ലൈൻ
ദെൻ സുപ്പീരിയർലി വന്നിട്ട് ഹയോയിഡ് ബോൺ. ഇത്രയാണ് മസ്കുലാർ ട്രയാങ്കിളിൻ്റെ ബോർഡേഴ്സ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ആൻറ്റീരിയർ ട്രയാങ്കിൾ ജനറലി നോക്കുകയാണെങ്കിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മിഡ് ലൈൻ വരുന്നുണ്ട്, സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ് വരുന്നുണ്ട്, മാൻറ്റിബിൾ വരുന്നുണ്ട്. പിന്നെ അതിനെ വീണ്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സബ്മെന്റൽ ട്രയാങ്കിൾ, ഡൈഗ്യാസ്ട്രിക് അല്ലെങ്കിൽ സബ് മാൻറ്റിബുലാർ ട്രയാങ്കിൾ, ദിസ് ഇസ് ദ കരോട്ടിഡ് ട്രയാങ്കിൾ ആൻഡ് ഫൈനലി മസ്കുലാർ ട്രയാങ്കിൾ. ഇങ്ങനെ വീണ്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ കണ്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി കരോട്ടിഡ് ട്രയാങ്കിളിൻ്റെ കണ്ടൻറ്റുകൾ നോക്കുക. കരോട്ടിഡ് ട്രയാങ്കിൾ ആ ഒരു നെയിം വെച്ചിട്ട് തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. കോമൺ കരോട്ടിഡ് ആർട്ടറി വരുന്നുണ്ട്, ഇന്റേണൽ ജുഗുലർ വെയിൻ വരുന്നുണ്ട്, വേഗസ് നെർവ് വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. സോ അപ്പോൾ കോമൺ കരോട്ടിഡ് ആർട്ടറി, ഇന്റേണൽ ജുഗുലർ വെയിൻ, വാഗസ് നെർവ്, ദെൻ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി വരുന്നുണ്ട്, ഹൈപ്പോഗ്ലൂസൽ നെർവ്, അൻസസ് സെർവിക്കാലിസ്, സ്പൈനൽ ആക്സസറി നെർവ്, ദെൻ ദർ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്ലാൻഡ് വരുന്നത് കരോട്ടിഡ് ട്രയാങ്കിളിനകത്താണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് വരുന്നുണ്ട്, ലാരിങ്സ്, ഫാരിങ്സ് ഒക്കെ വരുന്നുണ്ട് കരോട്ടിഡ് ട്രയാങ്കിളിനകത്ത്. ദെൻ ഇനി നമുക്ക് മറ്റ് ട്രയാങ്കിൾസ് നോക്കുമ്പോൾ സബ്മെന്റൽ ട്രയാങ്കിളിൽ സബ്മെന്റൽ ലിംഫ് നോഡ്സ്, സ്മോൾ വെയിൻസ് ഒക്കെയാണ് വരുന്നത്. സബ് മാൻറ്റിബുലാർ ട്രയാങ്കിളിലേക്ക് വരുമ്പോഴത്തേക്കും ദർ ഈസ് സബ് മാൻറ്റിബുലർ ഗ്ലാൻഡ് ഇസ് ലൊക്കേറ്റഡ് ഇൻ സബ് മാൻറ്റിബുലർ ട്രയാങ്കിളിലാണ് സബ് മാൻറ്റിബുലർ ഗ്ലാൻഡ് വരുന്നത്. ദെൻ ലിംഫ് നോഡ്സ് വരുന്നുണ്ട്, ഹൈപ്പോഗ്ലോസൽ നെർവ് സബ് മാൻറ്റിബുലാറിൽ കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, കരോട്ടിഡ് ട്രയാങ്കിളിൽ കൂടെയും പോകുന്നുണ്ട്, സബ് മാൻറ്റിബുലർ ട്രയാങ്കിളിൽ കൂടെയും പോകുന്നുണ്ട്. ദെൻ ഫേഷ്യൽ ആർട്ടറി ആൻഡ് വെയിൻ വരുന്നുണ്ട്. ദെൻ മസ്കുലർ ട്രയാങ്കിളിലേക്ക് വരുമ്പോൾ അവിടെ ഇൻഫ്രാഹയോയിഡ് മസിൽസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദെൻ തൈറോയിഡിൻ്റെ കുറച്ച് പാർട്ട്, ദെൻ പാരാതൈറോയിഡ് ഗ്ലാൻഡ്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് കരോട്ടിഡ് ആൻഡ് മസ്കുലർ ട്രയാങ്കിളിലായിട്ടാണ് സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. പാരാതൈറോയിഡ് വന്നിരിക്കുന്നത് മസ്കുലർ ട്രയാങ്കിളിലാണ്. ദെൻ നമ്മുടെ സബ്മാൻറ്റിബുലർ ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ഇൻ സബ്മാൻറ്റിബുലർ ട്രയാങ്കിൾ. ഇത്രയാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കരോട്ടിഡ് ട്രയാങ്കിൾ എസ്പെഷ്യലി ഓർത്തിരിക്കുക. കരോട്ടിഡ് ആർട്ടറി പാസ് ചെയ്യുന്നുണ്ട്, കോമൺ കരോട്ടിഡും എക്സ്റ്റേണൽ കരോട്ടിഡും പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇന്റേണൽ ജുഗുലർ വെയിൻ, വാഗസ് നെർവ്, ഹൈപ്പോഗ്ലോസൽ നെർവ്, സ്പൈനൽ ആക്സസറി നെർവ്, ഇത്രയും വെസൽസ് പാസ് ചെയ്യുന്നുണ്ട് വിത്ത് തൈറോയ്ഡ് ഗ്ലാൻഡ്. ഇത്രയും കാര്യങ്ങൾ കരോട്ടിഡ് ട്രയാങ്കിളിൻ്റെ കണ്ടൻസിൽ ഓർത്തിരിക്കാം. ഇനി അപ്പോൾ നമ്മൾ ആൻറ്റീരിയർ ട്രയാങ്കിൾസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ആ ഒരു ബൗണ്ടറീസ് എല്ലാം നോക്കി വെക്കുക. ദെൻ പോസ്റ്റീരിയർ ട്രയാങ്കിളിലേക്ക് വരുമ്പോൾ പോസ്റ്റീരിയർ ട്രയാങ്കിൾ ജനറലി ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് ഇതാണ് പോസ്റ്റീരിയർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു റീജിയനിലായിട്ടാണ് പോസ്റ്റീരിയർ ട്രയാങ്കിൾ വരുന്നത്. സോ അപ്പോൾ പോസ്റ്റീരിയർ ട്രയാങ്കിളിൻ്റെ ബൗണ്ടറീസ് നോക്കുക. പോസ്റ്റീരിയർ ട്രയാങ്കിളിൻ്റെ ബൗണ്ടറീസ് എങ്ങനെയാണ് വരുന്നത്? ആൻറ്റീരിയർലി സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ്, ദിസ് ഇസ് സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ്. ഓക്കെ, സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ് പോകുന്നുണ്ട്. പോസ്റ്റീരിയർലി ട്രപ്പീസിയസിൻ്റെ ആൻറ്റീരിയർ ബോർഡർ. ഓക്കെ, സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ് ആൻറ്റീരിയർലി വരുന്നുണ്ട്, സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡിൻ്റെ പോസ്റ്റീരിയർ ബോർഡർ അല്ലേ. ദെൻ ട്രയാങ്കിളിൻ്റെ പോസ്റ്റീരിയർ പാർട്ടിൽ വരുന്നത് ട്രപ്പീസിയസിൻ്റെ ആൻറ്റീരിയർ ബോർഡർ ആയിരിക്കും. ബേസ് വന്നിട്ട് ക്ലാവിക്കിളിൻ്റെ മിഡിൽ 1/3, ബേസ് ഈസ് മിഡിൽ 1/3 ഓഫ് ക്ലാവിക്കിൾ. ഓക്കെ, അപ്പോൾ അതാണ് പോസ്റ്റീരിയർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ആൻറ്റീരിയർലി സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ്, പോസ്റ്റീരിയർലി ആൻറ്റീരിയർലി സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ്, പോസ്റ്റീരിയർലി ട്രപ്പീസിയസ്, ഇൻഫീരിയർലി വന്നിട്ട് ക്ലാവിക്കിളിൻ്റെ മിഡിൽ 1/3. ഇനി നിങ്ങൾക്ക് ആ ഒരു ഫിഗറിനകത്ത് കാണാൻ പറ്റും. ദിസ് ഇസ് ദ സുപ്പീരിയർ ബെല്ലി ഓഫ് ഹോമോഹോയിഡ് ആൻഡ് ദിസ് ഇസ് ദ ഇൻഫീരിയർ ബെല്ലി ഓഫ് ഹോമോഹോയിഡ്. ഇപ്പോൾ ഇൻഫീരിയർ ബെല്ലി നമ്മുടെ പോസ്റ്റീരിയർ ട്രയാങ്കിളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു അപ്പർ പാർട്ടും ഒരു ലോവർ പാർട്ടുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ അപ്പോൾ അപ്പർ പോർഷനിൽ വരുന്ന ആ ഒരു ട്രയാങ്കിളിനെ നമ്മൾ ഓക്സിപിറ്റൽ ട്രയാങ്കിൾ എന്ന് പറയും. താഴത്തെ ട്രയാങ്കിൾ സബ്ക്ലേവിയൻ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇൻഫീരിയർ ബെല്ലി ഓഫ് ഹോമോഹോയിഡ് ഡിവൈഡ്സ് പോസ്റ്റീരിയർ ട്രയാങ്കിൾ ഇൻറ്റു 2 പാർട്സ്. അപ്പർ പാർട്ടിൽ വരുന്നത് ഓക്സിപിറ്റൽ ട്രയാങ്കിൾ, ലോവർ പാർട്ടിൽ സുപ്രാ ക്ലാവിക്കുലാർ അല്ലെങ്കിൽ സബ്ക്ലേവിയൻ ട്രയാങ്കിൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബോർഡേഴ്സ് നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഓക്സിപിറ്റൽ ട്രയാങ്കിളിൻ്റെ ഇൻഫീരിയർ ബോർഡർ ആയിട്ട് ഹോമോഹോയിഡിൻ്റെ സുപ്പീരിയർ ബെല്ലി വരും, സബ്ക്ലേവിയൻ്റെ സുപ്പീരിയർ പാർട്ടിൽ ഇൻഫീരിയർ ബെല്ലി ഓഫ് ഹോമോഹോയിഡ് വരും. ബാക്കി രണ്ട് സൈഡും വരുന്നത് സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡും ട്രപ്പീസിയസും തന്നെയായിരിക്കും. ദെൻ സബ്ക്ലേവിയൻ്റെ ബേസ് ആയിട്ട് ക്ലാവിക്കിൾ വരും. ഓക്കെ, അപ്പോൾ അതാണ് പോസ്റ്റീരിയർ ട്രയാങ്കിൾ. ദെൻ പോസ്റ്റീരിയർ ട്രയാങ്കിളിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ എന്ന് പറയുന്നത് ഓക്സിപിറ്റൽ ട്രയാങ്കിളിൽ നമുക്ക് ഓക്സിപിറ്റൽ ആർട്ടറി വരുന്നുണ്ട്, സ്പൈനൽ ആക്സസറി നെർവ്സ് വരുന്നുണ്ട് അല്ലേ. ദെൻ ക്രേനിയൽ നെർവ്സ് C3, C4 നെർവ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഓക്സിപിറ്റൽ ട്രയാങ്കിളിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്. ദെൻ സബ്ക്ലേവിയൻ ട്രയാങ്കിളിനകത്ത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ് സബ്ക്ലേവിയൻ ആർട്ടറി, സബ്ക്ലേവിയൻ വെയിൻ പാസ് ചെയ്യുന്നുണ്ട്. ദെൻ ബ്രേക്കിയൽ പ്ലക്സസിൻ്റെ ട്രങ്ക് എറൈസ് ചെയ്യുന്നത് ഈ സബ്ക്ലേവിയൻ ട്രയാങ്കിളിൽ നിന്നാണ്. ബ്രേക്കിയൽ പ്ലക്സസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ട്രങ്ക് വരുന്നത് സബ്ക്ലേവിയൻ ട്രയാങ്കിളിനകത്താണ്. അപ്പോൾ സബ്ക്ലേവിയൻ ആർട്ടറി, സബ്ക്ലേവിയൻ വെയിൻ, ട്രങ്ക് ഓഫ് ബ്രേക്കിയൽ പ്ലക്സസ് ഒക്കെ വരുന്നത് സബ്ക്ലേവിയൻ ട്രയാങ്കിളിനകത്താണ്. ദെൻ സുപ്രാസ്കാപ്പുലർ നെർവും വരുന്നുണ്ട്. ഈ സുപ്രാസ്കാപ്പുലർ നെർവ് ഒക്കെ ഏതിന്നുള്ള ബ്രാഞ്ചാന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. നമുക്ക് ഒരുപാട് ബാക്കിലോട്ട് പോയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഇനി ടൈമില്ല. കുറേ നമ്മളങ്ങനെ റിവൈൻഡ് ചെയ്തൊക്കെ പോയിട്ട് വളരെ സ്ലോ ആയിട്ടാണ് ക്ലാസ്സസ് ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇനി കുറച്ച് സ്പീഡിൽ പോവാണ് കേട്ടോ. അപ്പോൾ സബ്ക്ലേവിയൻ ട്രയാങ്കിളിൻ്റെ കണ്ടന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. നെർവ് ടു സബ്ക്ലേവിയസ് പോകുന്നുണ്ട്, സബ്ക്ലേവിയൻ ആർട്ടറി പോകുന്നുണ്ട്, സബ്ക്ലേവിയൻ വെയിൻ, ദെൻ ബ്രേക്കിയൽ പ്ലക്സസിൻ്റെ ട്രങ്ക് പോർഷൻ വരുന്നുണ്ട്, ദെൻ സുപ്രാസ്കാപ്പുലർ നെർവ് വരുന്നുണ്ട്. ഇത്രയാണ് സബ്ക്ലേവിയൻ ട്രയാങ്കിളിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്സിപിറ്റൽ ട്രയാങ്കിളിൽ ഓക്സിപിറ്റൽ ആർട്ടറി ഓർത്തിരിക്കുക, സ്പൈനൽ ആക്സസറി നെർവ് ഓർത്തിരിക്കുക, സുപ്രാ ക്ലാവിക്കുലർ നെർവ് ഓർത്തിരിക്കുക.
ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക ഓക്സിപിറ്റൽ ട്രയാങ്കിളിനകത്ത്. ഇത്രയാണ് പോസ്റ്റീരിയർ ട്രയാങ്കിളും അതിൻ്റെ 2 ഡിവിഷൻസ് ആൻഡ് ദെയർ കണ്ടന്റ്. ഇനി നമുക്ക് ബോഡിയിൽ വേറെ ഏതൊക്കെ ട്രയാങ്കിൾ വരുന്നുണ്ടെന്നും കൂടെ നോക്കാം. അപ്പം നമ്മൾ അപ്പർ പാർട്ടിൽ നെക്കിൽ ട്രയാങ്കിൾസ് ആണ് പറഞ്ഞത്, ബോത്ത് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ. ഇനി താഴത്തേക്ക് വരുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഓഫ് ഓസ്കൾട്ടേഷൻ ബാക്ക് സൈഡിലായിട്ട് ഹിയർ ഈസ് ദ ട്രയാങ്കിൾ ഓഫ് ഓസ്കൾട്ടേഷൻ. പിന്നെ ഒരു ഇമ്പോർട്ടൻസ് എന്താ, ഈ ട്രയാങ്കിൾ ഓഫ് ഓസ്കൾട്ടേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് ലങ്ങിൻ്റെ ഓസ്കൾട്ടേഷൻ ബെറ്റർ ഹിയറിങ് അല്ലെങ്കിൽ നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ ഓഫ് ഓസ്കൾട്ടേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. സുപ്പീരിയർലി ദർ ഈസ് ട്രപ്പീസിയസ് ആൻഡ് ഇൻഫീരിയർലി ലാറ്റിസിമസ് ഡോസി വരുന്നുണ്ട്. ലാറ്ററലി സ്കാപ്പുലയുടെ മീഡിയൽ ബോർഡർ ആണ് വരുന്നത്. ദെൻ ഫ്ലോർ ഈസ് ഫോംഡ് ബൈ 6th and 7th rib. Okay, so this is the triangle of auscultation. Borders formed by trapezius, latissimus dorsi, scapulae, medial border. Floor is formed by 6th and 7th rib. Okay, so this is the triangle of auscultation. ഇനി വീണ്ടും താഴത്തേക്ക് വരുമ്പോൾ നമുക്കൊരു ലംബാർ ട്രയാങ്കിൾ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഓഫ് പെറ്റിറ്റ്. ദിസ് ഈസ് ദ ലംബാർ ട്രയാങ്കിൾ ഓർ ട്രയാങ്കിൾ ഓഫ് പെറ്റിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രയാങ്കിൾ ഓഫ് പെറ്റിറ്റ് അല്ലെങ്കിൽ ലംബാർ ട്രയാങ്കിൾ. അപ്പോൾ ലംബാർ ട്രയാങ്കിളിൻ്റെ ബോർഡേഴ്സ് ഏതൊക്കെയാണ്? ഇതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലംബാർ ട്രയാങ്കിൾ? ലംബാർ ട്രയാങ്കിൾ ഈസ് എവിടെയാണ്? പോസ്റ്റീരിയർ ലാറ്ററൽ അബ്ഡോമിനൽ വോളിലായിട്ടാണ് വരിക. ബാക്ക് സൈഡിൽ ലാറ്ററൽ സൈഡിലായിട്ടാണ് വരിക. ലംബാർ ട്രയാങ്കിളിൻ പോസ്റ്റീരിയർ ലാറ്ററൽ അബ്ഡോമിനൽ വോളിലായിരിക്കും വരിക. ദെൻ അതിൻ്റെ ബോർഡേഴ്സ് ഫോം ചെയ്തിരിക്കുന്നത് the latissimus dorsi and iliac crust, then external oblique മസിലും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ലംബാർ ട്രയാങ്കിൾ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഓഫ് പെറ്റിറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. then what's the importance of lumbar triangle? Lumbar triangle is the potential site for lumbar hernia. Lumbar herniയയ്ക്ക് മോർ ചാൻസ് ഉള്ള ഏരിയ ആണ് ഈ ലംബാർ ട്രയാങ്കിൾ അല്ലെങ്കിൽ പെറ്റിറ്റ് ട്രയാങ്കിൾ. അപ്പോൾ അവിടെ ഹെർണിയയിൽ പെറ്റിറ്റ് ഹെർണിയ എന്നൊക്കെ പറയും. ഓക്കെ, അതാണ് ട്രയാങ്കിൾ ഓഫ് ഹെർണിയ. നമ്മൾ ട്രയാങ്കിൾ ഓഫ് ഓസ്കൾട്ടേഷൻ പറഞ്ഞു, ട്രയാങ്കിൾ ഓഫ് പെറ്റിറ്റ് പറഞ്ഞു. ഇനി ഹെസൽ ബാക്ക് ട്രയാങ്കിൾ. ഹെസൽ ബാക്ക് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എവിടെയാണ് ലൊക്കേഷൻ വരുന്നത്? ആൻറ്റീരിയർ അബ്ഡോമിനൽ വാളിലാണ്. ലോവർ അബ്ഡോമിനൽ ആൻറ്റീരിയർ അബ്ഡോമിനൽ വാളിലായിട്ടാണ് ഹെസൽ ബാക്ക് ട്രയാങ്കിൾ വരുന്നത്. അതിൻ്റെ ബോർഡേഴ്സ്, ദിസ് ഇസ് ദ ഹെസൽ ബാക്ക് ട്രയാങ്കിൾ. ബോർഡേഴ്സ് നോക്കുക, ഇത് ഏതാണ് മസിൽ? റെക്ടസ് അബ്ഡോമിനിസ്. മീഡിയലി റെക്ടസ് അബ്ഡോമിനിസ് വരുന്നുണ്ട്. ഇൻഫീരിയർലി ദിസ് ഇസ് ഇൻഗ്വൈനൽ ലിഗമെന്റ്. ആൻഡ് സുപ്രോ ലാറ്ററലി വന്നിരിക്കുന്നത് ആരാണ്? ഇൻഫീരിയർ എപ്പിഗ്യാസ്ട്രിക് വെസൽസ് ആണ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ താഴത്തേക്ക് വന്നു നമ്മൾ അവിടെ ഹെസൽ ബാക്ക് ട്രയാങ്കിൾ കിട്ടിയില്ലേ? അത് ആൻറ്റീരിയർ അബ്ഡോമിനൽ വാളിലാണ്. ലോവർ പോർഷനിൽ ആൻറ്റീരിയർ അബ്ഡോമിനൽ വാളിലാണ് ഹെസൽ ബാക്ക് ട്രയാങ്കിൾ വന്നിരിക്കുന്നത്. ബോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. മീഡിയലി റെക്ടസ് അബ്ഡോമിനിസ് വരുന്നുണ്ട്. ഇൻഫീരിയർലി ഇൻഗ്വൈനൽ ലിഗമെന്റ് ആൻഡ് ഇൻഫീരിയർ എപ്പിഗാസ്ട്രിക് വെസൽസ് സുപ്രോലാറ്ററലി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഇമ്പോർട്ടൻസ്? ഇൻഗ്വൈനൽ ഹെർണിയ അല്ലേ? ഇൻഗ്വൈനൽ ഹെർണിയയ്ക്ക് ചാൻസ് ഉള്ള ഏരിയയാണ് ഈ ഹെസൽ ബാക്ക് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ട്രയാങ്കിൾ. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ട്രയാങ്കിളാണ് നമ്മുടെ ഫെമറൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രയാങ്കിൾ അല്ലേ ഫെമറൽ ട്രയാങ്കിൾ. ഫെമറൽ ട്രയാങ്കിൾ ഫോം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ബോർഡേഴ്സ് ഏതൊക്കെയാണ് വരിക നോക്കുക. സുപ്പീരിയർ ബോർഡർ ആയിട്ട് വന്നിരിക്കുന്നത് ഇൻഗ്വൈനൽ ലിഗമെന്റ് ആണ്. ദെൻ ലാറ്ററൽ ബോർഡറിൽ സാർട്ടോറിയസ് മസിലാണ് വന്നിരിക്കുന്നത്. മീഡിയലി വന്നിട്ട് അഡക്ടർ ലോങ്ങസ് മസിലാണ്. ഓക്കെ, സുപ്പീരിയർലി ഇൻഗ്വൈനൽ ലിഗമെന്റ്, ലാറ്ററലി സാർട്ടോറിയസ്, മീഡിയലി അഡക്ടർ ലോങ്ങസ് മസിലുമാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് കണ്ടന്റ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫെമറൽ ട്രയാങ്കിളിൻ്റെ കണ്ടന്റ് ഏതൊക്കെയാണ്? ഫെമറൽ നെർവ്, ആർട്ടറി, വെയിൻ അല്ലേ? ഫെമറൽ നെർവ്, ആർട്ടറി, വെയിൻ വരുന്നുണ്ട് അല്ലേ? ദെൻ ലിംഫ് നോഡ്സ്. ഓക്കെ, അത്രയാണ് ഫെമറൽ ട്രയാങ്കിൾ. സോ അപ്പോൾ നമ്മൾ നെക്കിൽ നിന്നാണ് തുടങ്ങിയത്. ആൻറ്റീരിയർ ട്രയാങ്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കി. ഏതൊക്കെയായിരുന്നു? 4 ആൻറ്റീരിയർ ട്രയാങ്കിൾസിനകത്ത് സബ്മെൻ്റൽ ഉണ്ട്, സബ് മാൻറ്റിബുലാർ ഉണ്ട്, കരോട്ടിഡ് ഉണ്ട്, മസ്കുലാർ ഉണ്ട്. ദെൻ പോസ്റ്റീരിയർ ട്രയാങ്കിൾ പറഞ്ഞു. പോസ്റ്റീരിയർ ട്രയാങ്കിളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഓക്സിപിറ്റൽ ആൻഡ് സബ്ക്ലേവിയൻ ട്രയാങ്കിൾ. ഓക്കെ, ദെൻ താഴത്തേക്ക് വന്നപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഓഫ് ഓസ്കൾട്ടേഷൻ കിട്ടി. കുറച്ചുകൂടെ താഴത്തേക്ക് ബാക്ക് സൈഡ് ലാറ്ററൽ അബ്ഡോമിനൽ വാളിലായിട്ട് ഏത് ട്രയാങ്കിളാണ് വന്നത്? ലംബാർ ട്രയാങ്കിൾ അല്ലേ, അല്ലെങ്കിൽ ട്രയാങ്കിൾ ഓഫ് പെറ്റിറ്റ്. ദെൻ ആൻറ്റീരിയർ അബ്ഡോമിനൽ വാളിലേക്ക് വന്നപ്പോൾ ഹെസൽ ബാക്ക് ട്രയാങ്കിൾ കിട്ടി. ദെൻ കുറച്ചുകൂടെ താഴത്തേക്ക് നമുക്ക് ഫെമറൽ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ട്രയാങ്കിൾസ് ആണ് നമുക്ക് അനാറ്റമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. ദെൻ ഇനി ഹെഡ് ആൻഡ് നെക്കിൽ നമുക്ക് ഒരു പോർഷനും കൂടെ ഉണ്ട്, സലൈവറി ഗ്ലാൻഡ്സ്. സലൈവറി ഗ്ലാൻഡ്സ് ഏതൊക്കെയാണ്? സലൈവറി ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് മേജർ സലൈവറി ഗ്ലാൻഡ് ഈസ് പെരോട്ടിഡ് ഗ്ലാൻഡ് അല്ലേ? ലാർജസ്റ്റ് ഗ്ലാൻഡ് ഈസ് പെരോട്ടിഡ് ഗ്ലാൻഡ്. അത് 25 grams ആണ് വെയിറ്റ് വരുന്നത്. ദെൻ വേറെ 2 പേര് ഏതൊക്കെയാണ്? സബ് മാൻറ്റിബുലാർ ഉണ്ട്, സബ് ലിംഗ്വൽ ഉണ്ട് അല്ലേ? സബ് മാൻറ്റിബുലാർ ജെ ഷേപ്ഡ് ഗ്ലാൻഡ് ആണ്, സബ് ലിംഗ്വൽ ഈസ് ആൽമണ്ട് ഷേപ്ഡ് ഗ്ലാൻഡ് ആണ്. ദെൻ അതിൻ്റെ ഡക്റ്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ അറിയാമല്ലോ. പെരോട്ടിഡ് ഗ്ലാൻഡിൻ്റെത് സ്റ്റെൻസൺ ഡക്റ്റ്, സബ് മാൻറ്റിബുലാറിൻ്റെത് വാട്ടൺ ഡക്റ്റ്. ഓക്കെ, 80% ഓഫ് സലൈവറി കാൽക്കുലിയും വരുന്നത് സബ് മാൻറ്റിബുലാർ ഗ്ലാൻഡിലാണ്. സബ് മാൻറ്റിബുലാർ ഗ്ലാൻഡ് കൂടുതലും സലൈവറി കാൽക്കുലി വരുന്നത് സബ് മാൻറ്റിബുലാർ ഗ്ലാൻഡിലായിരിക്കും. ദെൻ റാനുല കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? റാനുല ഇസ് റിലേറ്റഡ് ടു ഏത് ഗ്ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്താണ് റാനുല വരുന്നത്?
ranula is related to sublingual gland. Sublingual gland, it's a mucosal from sublingual gland ആണ് റാനുല എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പോയിന്റ്സ് സലിവറി ഗ്ലാൻഡുമായിട്ട് നമുക്ക് അനാറ്റമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. ഓക്കെ, ദെൻ അതിൻ്റെ ക്ലിനിക്കൽ കണ്ടീഷൻസ് ഒക്കെ PM പോർഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ ഒറിജിൻ, നമ്മൾ ഗ്ലാൻസ് പഠിക്കുമ്പോൾ അതിൻ്റെ എംബ്രിയോളജിക്കൽ ഒറിജിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പറയാം, ഞാൻ സ്ലൈഡ് ഇടാൻ വിട്ടു പോയിട്ടുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പാരോട്ടിഡ് ഗ്ലാൻഡ് പറഞ്ഞു, സലൈവറി സബ് മാൻഡിബുലർ ഗ്ലാൻഡ് പറഞ്ഞു, സബ്ലിംഗ്വൽ ഗ്ലാൻഡ് പറഞ്ഞു അല്ലേ. അതിൽ ഈ പാരോട്ടിഡ് ഗ്ലാൻഡ് മാത്രം എക്ടോഡേർമൽ ഒറിജിനാണ്, മറ്റ് രണ്ടുപേരും എൻഡോഡേർമൽ ഒറിജിനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പാരോട്ടിഡ് ഗ്ലാൻഡ് എക്ടോഡേർമൽ ആണ്, സബ് മാൻഡിബുലാറും സബ്ലിംഗ്വലും എൻഡോഡേർമൽ ഒറിജിനാണ് വരുന്നത്. ഇനി നമുക്ക് എക്ടോഡേർമൽ ഒറിജിൻ വരുന്ന വേറെ ഗ്ലാൻഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്, മാമറി, ലാക്രിമൽ, സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ് എല്ലാം എക്ടോഡേർമൽ ഒറിജിനാണ് വരുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ പാരോട്ടിഡ് ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി, മാമറി, ലാക്രിമൽ, സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ് ഒക്കെ എക്ടോഡേർമൽ ഒറിജിനാണ് വരിക. ഇനി എൻഡോഡേർമൽ ഒറിജിൻ നമ്മൾ പറഞ്ഞത് സബ് മാൻഡിബുലർ ഗ്ലാൻഡും സബ്ലിംഗ്വൽ ഗ്ലാൻഡും എൻഡോഡേർമൽ ഒറിജിനാണ്. പ്ലസ് ലിവർ, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ, ടോൺസിൽസ്, തൈമസ്, തൈറോയ്ഡ് ആൻഡ് പാരാതൈറോയ്ഡ്, ഇതെല്ലാം എൻഡോഡേർമൽ ഒറിജിനാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ എൻഡോഡേർമൽ ഒറിജിൻ വരുന്നതിനകത്ത് തൈറോയ്ഡ് ആൻഡ് പാരാതൈറോയ്ഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കുക. ടോൺസിൽസ്, തൈമസ്, ലിവർ, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ, പിന്നെ പ്ലസ് നമ്മൾ പറഞ്ഞ സബ് മാൻഡിബുലർ ആൻഡ് സബ്ലിംഗ്വൽ ഗ്ലാൻഡ്സ്, ഇത്രയും പേരാണ് എൻഡോഡേർമൽ ഒറിജിനിൽ വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ അഡ്രിനൽ കോർട്ടക്സ് ഉണ്ട്, മെഡുല ഉണ്ട്. മെഡുല എക്ടോഡേർമൽ ഒറിജിനാണ്, അഡ്രിനൽ കോർട്ടക്സ് വരുന്നത് മീസോഡേർമൽ ഒറിജിനാണ്. ഓക്കെ, അഡ്രിനൽ കോർട്ടക്സ് മീസോഡേർമിൽ നിന്നാണ്, മെഡുല വരുന്നത് എക്ടോഡേർമിൽ നിന്നാണ്, അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഒറിജിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയാം. നമ്മൾ ബ്രെയിൻ സ്പൈനൽ കോഡൊക്കെ എക്ടോഡേർമൽ ഒറിജിനാണ്. ഇയർ നോക്കുമ്പോൾ ഇയറിനകത്ത് അതിൻ്റെ ഒരു ഔട്ടർ പോർഷൻ എക്ടോഡേർമലാണ് വരുന്നത്. യൂസ്റ്റേഷ്യൻ ട്യൂബ്, മിഡിൽ ഇയർ ഒക്കെ എൻഡോഡേർമൽ ഒറിജിനാണ്. ഓക്കെ, ഇയറിൽ ഔട്ടർ പോർഷൻ വന്നിട്ട് എക്ടോഡേർമൽ ഒറിജിനാണ്, ഇയറിൽ യൂസ്റ്റേഷ്യൻ ട്യൂബ്, മിഡിൽ ഇയർ ഒക്കെ വന്നിട്ട് എൻഡോഡേം ഒറിജിനാണ്. സോറി, ദർ ഇസ് എ കറക്ഷൻ. അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അഡ്രിനൽ കോർട്ടക്സ് വന്നിട്ട് മീസോഡേം ആണ് കേട്ടോ, മീസോഡേർമൽ ഒറിജിനാണ്. അഡ്രിനൽ മെഡുല എക്ടോഡേർമൽ ഒറിജിനാണ്. സോ അപ്പോൾ ഈ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എക്ടോഡേർമൽ ആണ്. ഇയറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഔട്ടർ പോർഷൻ ഇന്നർ പോർഷൻ എക്ടോഡേർമൽ ആണ്. യൂസ്റ്റേഷ്യൻ ട്യൂബും മിഡിൽ ഇയറും എൻഡോഡേർമൽ ഒറിജിൻ ആണെന്ന് ആലോചിക്കുക. ഐ ഓൾസോ എക്ടോഡേർമൽ ഒറിജിൻ ആണ്. ദെൻ നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം, CVS, അതുപോലെ മസിൽസ്, ബോൺസ്, കണക്റ്റീവ് ടിഷ്യൂസ് ഒക്കെ മീസോഡേർമൽ ഒറിജിൻ ആണ് വരുന്നത്. ഇനി കവറിങ്സ്, അതായത് പെരിക്കാർഡിയം, പെരിറ്റോണിയം, പ്ലൂറ ഒക്കെ മീസോഡേം ആണ്. ഓക്കെ, CVS, മസിൽ, ബോൺ, കണക്റ്റീവ് ടിഷ്യൂ, പെരിക്കാർഡിയം, പെരിറ്റോണിയം, പ്ലൂറ ഒക്കെ മീസോഡേർമൽ ഒറിജിൻ ആണ്. ഇനി സ്കിൻ നോക്കുമ്പോൾ സ്കിന്നിന് എപ്പിഡേർമിസും ഡെർമിസും, എപ്പിഡേർമിസ് പ്ലസ് ഹെയർ, നെയിലൊക്കെ എക്ടോഡേർമൽ, പുറമേ ഉള്ളത് എക്ടോഡേർമൽ എന്ന് ആലോചിക്കുക. എപ്പിഡേർമിസ്, ഹെയർ, നെയിലൊക്കെ എക്ടോഡേർമൽ ഒറിജിനാണ്. ഡെർമിസ് മീസോഡേർമൽ ഒറിജിൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്പ്ലീന്, യൂറോജനൈറ്റൽ സിസ്റ്റം, ട്രൈഗൺ ഓഫ് ബ്ലാഡർ, ഇത് ഇത്രയും മീസോഡേം ഒറിജിനാണ്. യൂറോജനൈറ്റൽ സിസ്റ്റത്തിൽ എക്സെപ്റ്റ് ബ്ലാഡറിൻ്റെ ഒറിജിൻ ഏതാണ്? ബ്ലാഡറിൽ എൻഡോഡേമാണ് വരുന്നത്, ബ്ലാഡർ എൻഡോഡേർമലിൻ ഒറിജിനാണ്. സ്പ്ലീന്, ബ്ലാഡർ ഒഴിച്ചുള്ള യൂറോജനൈറ്റൽ സിസ്റ്റത്തിൻ്റെ പോർഷൻ ട്രൈഗൺ ഓഫ് ബ്ലാഡർ പ്ലസ് ട്രൈഗൺ ഓഫ് ബ്ലാഡർ, ബ്ലാഡറിൽ ട്രൈഗൺ ഓഫ് ബ്ലാഡർ, അതൊരു എക്സെപ്ഷനാണ്, അത് ആലോചിച്ച് വെക്കുക കേട്ടോ. യൂറിനറി ബ്ലാഡർ എൻഡോഡേർമലിൻ ഒറിജിനാണ് എക്സെപ്റ്റ് ട്രൈഗൺ ഓഫ് ബ്ലാഡർ, ട്രൈഗൺ ഓഫ് ബ്ലാഡർ മീസോഡേർമിന്നാണ്. സോ അപ്പോൾ സ്പ്ലീൻ, യൂറോജനൈറ്റൽ സിസ്റ്റം എക്സെപ്റ്റ് ബ്ലാഡർ പ്ലസ് ട്രൈഗൺ ഓഫ് ബ്ലാഡർ, ഇത്രയും പേരും മീസോഡേർമിന്നാണ് വരുന്നത്. ദെൻ നമ്മൾ പറഞ്ഞ ബ്ലാഡർ, അതുപോലെ തന്നെ റെസ്പിറേറ്ററി ട്രാക്ട്, GIT ഒക്കെ എൻഡോഡേർമിന്നാണ് വരുന്നത്. ഓക്കെ, ബ്ലാഡർ എൻഡോഡേർമ എന്ന് പറയുമ്പോൾ എക്സെപ്റ്റ് ട്രൈഗൺ ഓഫ് ബ്ലാഡർ ആണെന്ന് ആലോചിക്കുക. ട്രൈഗൺ ഓഫ് ബ്ലാഡർ മീസോഡേർമിന്നാണ്. ഓക്കെ, ദെൻ വജൈനയുടെ സുപ്പീരിയർ 1/3 മീസോഡേർമൽ ഒറിജിനും ഇൻഫീരിയർ 2/3 എൻഡോഡേർമൽ ഒറിജിനുമാണ്. ഫീമെയിൽ യൂറത്ര എൻഡോഡേർമൽ ഒറിജിൻ. ഓക്കെ, അത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജെർം ഡെറിവേറ്റീവ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ജെർമിനൽ ഡെറിവേറ്റീവ്സ്, ജെർമിനൽ ലെയറും അതിൻ്റെ ഡെറിവേറ്റീവ്സും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തെടുത്തോളൂ, സ്ലൈഡിലാക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇനി വെർട്ടിബ്രയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം വരുമ്പോൾ ടോട്ടൽ വെർട്ടിബ്ര നമ്പർ എത്രയാണ്? ടോട്ടൽ വെർട്ടിബ്ര 33 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ C7 സെർവൈക്കൽ, 12 thoracic, 5 lumbar, 5 sacral 5 ഒന്നായിട്ട് ഫ്യൂസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ദെൻ 4 കോക്സീജിയൽ, അത് വേരിയേഷൻസ് വരാം. 4 കോക്സീജിയലും ഫ്യൂസ് ചെയ്ത് ഒന്നായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടിബ്ര എന്ന് പറയുന്നത്. മെയിലിൽ 70 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്, ഫീമെയിൽസിൽ 60 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് വരുന്നത്. ഇത് നോർമൽ കർവേച്ചറാണ്, ഒരു വെർട്ടിബ്രൽ കോളത്തിൻ്റെ നോർമൽ കർവേച്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ സെർവൈക്കൽ റീജിയനിൽ, അതുപോലെ തൊറാസിക് റീജിയനിൽ, ലംബാർ, സേക്രൽ, ഇത് നോർമൽ കർവേച്ചറാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ. അപ്പോൾ ഇതിനകത്ത്
ദ വേരിയേഷൻസ് വരുന്നതാണ് നമ്മൾ കൈഫോസിസ്, ലോർഡോസിസ്, സ്കോളിയോസിസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്കോളിയോസിസ് നോക്കുക. സ്കോളിയോസിസ് സൈഡ് വേസ് ആണെന്ന് ആലോചിക്കുക. സ്കോളിയോസിസ് സൈഡ് വേസ് കർവ് ആയിരിക്കും, ഇങ്ങനെ സൈഡിലേക്ക് കർവ്, ഇങ്ങനെയോ സൈഡിലേക്ക് കർവ് വരുന്നതാണ് സ്കോളിയോസിസ്. സ്കോളിയോസിസ് സൈഡ് വേസ്, S4S എന്ന് ആലോചിക്കുക. സ്കോളിയോസിസ് സൈഡ് വേസ് കർവാണ് വരിക. ദെൻ കൈഫോസിസ് എങ്ങനെയായിരിക്കും? കൈഫോസിസ് കോൺകേവിറ്റി, കൈഫോസിസ് കോൺകേവിറ്റി. ഈ ഒരു കോൺകേവിറ്റി ഇത് നോർമൽ കോൺകേവിറ്റി ആണ്, അതൊന്നും കൂടെ പ്രൊമിനൻ്റ് ആയിട്ട് വരും. ഓക്കെ, ഫോർവേഡ് കോൺകേവിറ്റി ആയിരിക്കും കൈഫോസിസിൽ വരിക. ഫോർവേഡ് കോൺകേവിറ്റി ഈസ് കൈഫോസിസ്. ഓക്കെ, അപ്പോൾ അത് യൂഷ്വലി അപ്പർ ബാക്കിലായിരിക്കും വരിക. തൊറാസിക് റീജിയനിലും വരാം, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സേക്രൽ റീജിയനിലും വരാം കോൺകേവിറ്റി. ഓക്കെ, ഇപ്പോൾ തൊറാസിക് ആൻഡ് സേക്രൽ റീജിയനിലാണ് കൈഫോസിസ് വരിക, അപ്പർ ബാക്കിലാണ് കൂടുതലായിട്ടും വരുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ കൈഫോസിസ്. കൈഫോസിസ് എന്ന് പറയുന്നത് ഫോർവേഡ് കോൺകേവിറ്റി ആണ്. ഓക്കെ, ദെൻ ലോർഡോസിസ് ഈസ് ഫോർവേഡ് കോൺവെക്സിറ്റി. ഫോർവേഡ് കോൺവെക്സിറ്റി യൂഷ്വലി ലോവർ ബാക്കിലായിരിക്കും ലോർഡോസിസ്. L4L എന്ന് ആലോചിക്കുക. ലോവർ ബാക്കിൽ ലോർഡോസിസ്, കോൺവെക്സിറ്റി ആയിരിക്കും വരിക. ഫോർവേഡ് കോൺവെക്സിറ്റി ആണ് ലോർഡോസിസ്. യൂഷ്വലി ലംബാർ റീജിയനിലാണ് വരുന്നത്, ലംബാർ അല്ലാതെ സെർവൈക്കൽ റീജിയനിലും വരാം. ഓക്കെ, സെർവൈക്കൽ ആൻഡ് ലംബാർ റീജിയനിലാണ് ലോർഡോസിസ് വരിക. യൂഷ്വൽ സൈറ്റ് ലോവർ ബാക്കിലാണ് വരിക. ഓക്കെ, അപ്പോൾ കൈഫോസിസ്, സ്കോളിയോസിസ് ആൻഡ് ലോർഡോസിസ്, ഇത് മൂന്നും ആലോചിക്കുക. അപ്പോൾ അത് ഒന്നുകൂടി കാണിച്ചിരിക്കുന്നതാണ്. സെർവൈക്കൽ പാർട്ട് നമ്മൾ പറഞ്ഞ പോലെ ലോർഡോസിസ് വരാം, തൊറാസിക്കിൽ കൈഫോസിസ്, ലംബാർ റീജിയനിൽ ലോർഡോസിസ്, സേക്രൽ റീജിയനിൽ കൈഫോസിസ്. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൻ്റെ കർവേച്ചറിൽ വരുന്ന വേരിയേഷൻസ്. ഇനി വെർട്ടിബ്ര ആയിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാനുണ്ട്. അതിനകത്ത് ടിപ്പിക്കൽ വെർട്ടിബ്ര ഏതൊക്കെയാണ്? ടിപ്പിക്കൽ വെർട്ടിബ്ര, ടിപ്പിക്കൽ സെർവൈക്കൽ വെർട്ടിബ്ര ഏതൊക്കെയാണ്? ടിപ്പിക്കൽ വെർട്ടിബ്രയിൽ വരുന്നത് C3 to 6. സെർവൈക്കൽ വെർട്ടിബ്ര 3 to 6 ആണ് ടിപ്പിക്കൽ വെർട്ടിബ്ര. ടിപ്പിക്കൽ വെർട്ടിബ്ര മീൻസ് അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഉള്ളവർ, അതായത് ബോഡി, ആർച്ച്, പ്രോസസ്, അങ്ങനെ ഫീച്ചേഴ്സ് എല്ലാം ഉള്ളവരാണ് ഈ ടിപ്പിക്കൽ വെർട്ടിബ്ര എന്ന് പറയുന്നത്. അത് C3 to 6 ആണ് ടിപ്പിക്കൽ വെർട്ടിബ്ര വരുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ എറ്റിപ്പിക്കൽ വെർട്ടിബ്രയിൽ ആരൊക്കെ ഉണ്ടാവും? ഇവിടെ ഒരു ബോക്സിൽ എറ്റിപ്പിക്കൽ വെർട്ടിബ്ര അതിൻ്റെ ഒരു 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻസേഴ്സ് ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. C1, T7, L1, S2. ഇതിലാരായിരിക്കും എറ്റിപ്പിക്കൽ വെർട്ടിബ്ര എന്ന് പറയുന്നത്? എറ്റിപ്പിക്കൽ വെർട്ടിബ്രയിൽ C1 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ എറ്റിപ്പിക്കൽ വെർട്ടിബ്ര ഏതൊക്കെയാണ്? C1, C2, C7. നമ്മൾ പറഞ്ഞു സെർവൈക്കൽ 3 to 6 മാത്രമേ ഉള്ളൂ ടിപ്പിക്കൽ, ബാക്കി 3 പേരും എറ്റിപ്പിക്കലാണ്. C1, C2 അതായത് അറ്റ്ലസ് ആക്സിസ്, C7. ദെൻ തൊറാസിക്കിലോട്ട് വരുമ്പോഴത്തേക്കും T1, അത് കഴിഞ്ഞാൽ T9 to 12, ദെൻ ലംബാറിൽ L5. ഇത്രയും പേരാണ് എറ്റിപ്പിക്കൽ, ബാക്കിയൊക്കെ ടിപ്പിക്കലാണെന്ന് ആലോചിക്കുക. എറ്റിപ്പിക്കലിൽ C1, 2, 7, തൊറാസിക്കിൽ 1, 9, 10, 11, 12, ദെൻ L5. ഇത്രയും പേരാണ് എറ്റിപ്പിക്കൽ വെർട്ടിബ്രയിൽ വരുന്നത്. ഇനി ഒഡോന്റോയിഡ് പ്രോസസ്സ്. ഒഡോന്റോയിഡ് പ്രോസസ്സ് ഈസ് റിലേറ്റഡ് ടു വിച്ച് വെർട്ടിബ്ര? ഒഡോന്റോയിഡ് പ്രോസസ്സ് ഈസ് റിലേറ്റഡ് ടു വിച്ച് വെർട്ടിബ്ര? ഇറ്റ്സ് റിലേറ്റഡ് ടു ആക്സിസ് അല്ലേ, ആക്സിസ്. ആക്സിസിൽ നിന്നുള്ള ഒരു ടൂത്ത് ലൈക്ക് ബോണി പ്രൊജക്ഷനാണ് നമ്മൾ ഒഡോന്റോയിഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതർവൈസ് നോൺ ആസ് ഡെൻസ്, DENS, ഡെൻസ്. ഒഡോന്റോയിഡ് പ്രോസസ്സ് അല്ലെങ്കിൽ ഡെൻസ്, അത് ടൂത്ത് ലൈക്ക് ബോണി പ്രൊജക്ഷൻ ഫ്രം ആക്സിസ്. Then carotid tubercle is related to which vertebra? Carotid tubercle is related to C6, sixth cervical vertebra. അതെന്ന് പറയുന്നത് anterior tubercle ആണ്. prominent anterior tubercle of C6 ആണ് carotid tubercle എന്ന് പറയുന്നത്. ഇനി vertebra prominence ഏതാണ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. C6, T1, C7, T12. Which one is the vertebra process അല്ലെങ്കിൽ vertebra prominence? Which vertebra is known as vertebrae prominence? 7th cervical vertebra അല്ലെങ്കിൽ C7 is known as vertebrae prominence. ഓക്കെ, അപ്പോൾ അത് ബേസ് ഓഫ് ദ നെക്കിലായിരിക്കും വരുന്നത്. ഈസിലി പാൽപ്പബിൾ സ്പൈനസ് പ്രോസസ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് അതിന് വെർട്ടിബ്രെ പ്രോമിനൻസ് എന്ന് പറയുന്നത്. C7 ഈസ് ദ വെർട്ടിബ്രെ പ്രോമിനൻസ്. ഇനി കോസ്റ്റൽ ഫേസെറ്റ്സ് ആർ സീൻ ഇൻ ഏത് വെർട്ടിബ്രയിലാണ് കോസ്റ്റൽ ഫേസെറ്റ്സ് വരുന്നത്? കോസ്റ്റൽ ഫേസെറ്റ്സ് വരുന്നത് തൊറാസിക് വെർട്ടിബ്ര ആണ്. ഇറ്റ്സ് റിലേറ്റഡ് ടു തൊറാസിക് വെർട്ടിബ്രെ. ഇനി ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് ഈസ് വാസ്കുലർ, ട്രൂ ഓർ ഫാൾസ്? ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് ഈസ് വാസ്കുലർ, ട്രൂ ഓർ ഫാൾസ്? It's a false statement. Intervertebral disc is avascular. It's not vascular, avascular. അപ്പോൾ വാസ്കുലർ എന്നുള്ളത് ഇറ്റ്സ് എ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത്രയും പോയിന്റ്സ് വെർട്ടിബ്ര ആയിട്ട് റിലേറ്റ് ചെയ്ത് ആലോചിച്ച് വെക്കുക. ഈ ഓക്സിപിറ്റോ സെർവൈക്കൽ ജോയിൻറ്റ്, ഓക്സിപിറ്റോ സെർവൈക്കൽ ജോയിൻറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ ബോൺസ് തമ്മിലാണ് വന്നിരിക്കുന്നത്? അറ്റ്ലസും ഓക്സിപിറ്റും തമ്മിലാണ് അല്ലേ. അറ്റ്ലാന്റോ ഓക്സിപിറ്റൽ ജോയിൻ്റ് ആണ്. ഇറ്റ്സ് എ സൈനോവിയൽ എലിപ്സോയിഡ് ടൈപ്പ് ജോയിൻറ്റ്. സൈനോവിയൽ ജോയിൻറ്റിൽ എലിപ്സോയിഡ് ടൈപ്പിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെർവൈക്കൽ വെർട്ടിബ്ര പ്ലസ് ഓക്സിപിറ്റൽ കോണ്ടൈൽസും കൂടെ ചേർന്നിട്ട് ഫോം ചെയ്തിരിക്കുന്നതാണ് അറ്റ്ലാന്റോ ഓക്സിപിറ്റൽ ജോയിൻറ്റ്സ്. അപ്പോൾ അതിൻ്റെ ഒരു
മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ, അതായത് സൈഡ് വൈസ് ടിൽറ്റിങ്, നമ്മൾ എസ് പറയൂലേ, അപ്പോൾ ആ ഒരു മോഷൻ ആലോചിച്ച് നോക്കുക. അതാണ് ഈ ഒരു ജോയിൻറ്റിൻ്റെ മോഷൻ എന്ന് പറയുന്നത്. ഓക്സിപിറ്റോ സെർവിക്കൽ ജോയിൻറ്റ് അല്ലെങ്കിൽ അറ്റ്ലാന്റോ ഓക്സിപിറ്റൽ ജോയിൻറ്റ്. ഇനി രണ്ടാമത്തെ അറ്റ്ലാന്റോ ആക്സിയൽ ജോയിൻറ്റ് എന്ന് പറയുന്നത് ഒരു പിവോട്ട് ടൈപ്പ് ജോയിൻ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ട് ജോയിൻറ്റ്സ് വരുന്നുണ്ട്. മീഡിയലി പിവോട്ട് ടൈപ്പും ലാറ്ററലി പ്ലെയിൻ ജോയിൻറ്റും ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മീഡിയൽ പോർഷനിൽ റൊട്ടേഷണൽ മൂവ്മെൻറ്റ് ആണ് വരുന്നത്. ലാറ്ററൽ പോർഷനിൽ കാണാൻ പറ്റും സൈഡ് ടു സൈഡ് മൂവ്മെൻറ്റ് ആണ് വരുന്നത്. ഓക്കെ, then there is an important point. There is no intervertebral disc between atlas and axis. അറ്റ്ലസും ആക്സിസും തമ്മിൽ there is no intervertebral disc. ഓക്കെ, അപ്പോൾ ആ ഒരു രണ്ട് ജോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് നോക്കുക. ഇനി സ്പൈനൽ കോഡ് വെർട്ടിബ്രൽ കോളത്തിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. സ്പൈനൽ കോഡിൻ്റെ ലെങ്ത് എങ്ങനെയാണ് വരിക? 45 സെൻറ്റിമീറ്റർ ആണ് വരിക സ്പൈനൽ കോഡിൻ്റെ ലെങ്ത്. എക്സ്റ്റൻഷൻ വരുന്നത് C1 to L1 വരെയാണ്. ഫസ്റ്റ് സർവൈക്കൽ ടു ഫസ്റ്റ് ലംബാർ വരെയാണ് സ്പൈനൽ കോഡിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത്. ന്യൂ ബോണിലാണെങ്കിൽ L3 ലെവലിലായിരിക്കും അത് ടെർമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂ ബോണിൽ L3 വരെയാണ് സ്പൈനൽ കോഡിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത്. ദെൻ സ്പൈനൽ നെർവ്സ് എത്ര എണ്ണമാണ്? C8, T12, L5, S5 ആൻഡ് C1. അത്രയാണ് സ്പൈനൽ നെർവ് എന്ന് പറയുന്നത്. 31 സ്പൈനൽ നെർവ്സ് ആണ് വരുന്നത്. സോ അപ്പോൾ നമ്മൾ സ്പൈനൽ കോഡിൻ്റെ എക്സ്റ്റൻഷൻ പറയുന്നത് L1 വരെയാണ്. ഫസ്റ്റ് ലംബാർ വെർട്ടിബ്ര വരെയാണ് സ്പൈനൽ കോഡിൻ്റെ എക്സ്റ്റൻഷൻ പറയുന്നത്. പക്ഷേ എൻ്റെ കവറിങ് മെനിഞ്ചസ് ഓഫ് സ്പൈനൽ കോഡ് അത് എവിടം വരെയാണ്? മെനിഞ്ചസ് ഓഫ് സ്പൈനൽ കോഡ് S2 വരെയാണ് അല്ലേ? സ്പൈനൽ കോഡ് മെനിഞ്ചസ് ഓഫ് സ്പൈനൽ കോഡ് വിത്ത് CSF, അതിനകത്ത് CSF ഉണ്ട്. അത് എക്സ്റ്റെൻഡ് അപ് ടു ലോവർ ബോർഡർ ഓഫ് S2ൻ്റെ ലോവർ ബോർഡർ വരെയും മെനിഞ്ചസ് പാസ് ചെയ്യുന്നുണ്ട്. L1 വരെയാണ് സ്പൈനൽ കോഡ് വന്ന് നിൽക്കുന്നത്. അതിൻ്റെ കവറിങ് മെനിഞ്ചസ് വന്നിട്ട് വിത്ത് CSF ആണ് കേട്ടോ. വിത്ത് CSF S2 വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയാണ് നമുക്ക് സ്പൈനൽ കോഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ദെൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഓരോ വെർട്ടിബ്രൽ ലെവൽസിൽ ഏതൊക്കെ ആ ഒരു ലാൻഡ് മാർക്സ് വരുന്നുണ്ട്, ഏതൊക്കെ ഓർഗൻസ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ട്രക്കിയുടെ ബൈഫർക്കേഷൻ, കോമൺ കാരോട്ടിഡ് ആർട്ടറിയുടെ ബൈഫർക്കേഷൻ, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ് മാർക്സ് വരുന്നുണ്ട് റിലേറ്റഡ് ടു വെർട്ടിബ്ര. ഞാൻ നോട്ട്സ് ആയിട്ട് ഗ്രൂപ്പിൽ ഇട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. C4 ഫോർത്ത് സെർവിക്കൽ വെർട്ടിബ്ര റീജിയനിൽ ബൈഫർക്കേഷൻ ഓഫ് കോമൺ കാരോട്ടിഡ് ആർട്ടറി, T4 ട്രക്കിയുടെ ബൈഫർക്കേഷൻ, L4 അബ്ഡമിനൽ അയോട്ടയുടെ ബൈഫർക്കേഷൻ. അപ്പോൾ 4 ലെവലിലായിട്ട് നമുക്ക് ബൈഫർക്കേഷൻസ് ആണ് വരുന്നത്. C4 കോമൺ കാരോട്ടിഡ് ആർട്ടറിയുടെ ബൈഫർക്കേഷൻ, T4 ട്രക്കിയ, L4 അബ്ഡമിനൽ അയോട്ട. C3 ലെവലിലാണ് ഹയോയിഡ് ബോൺ വരുന്നത്. ദെൻ T4 അല്ലെങ്കിൽ ചില സംടൈംസ് T5 ലെവലിൽ ആംഗിൾ ഓഫ് ലൂയിസ് അല്ലെങ്കിൽ എന്താണ് ആംഗിളിനെ പറയുന്ന പേര്? സ്റ്റേണൽ ആംഗിൾ ഓഫ് ലൂയിസ് അല്ലെങ്കിൽ സ്റ്റേണൽ ആംഗിൾ T4, സംടൈംസ് T5 ലെവലിലും വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ T4 ഇല്ല, T5 ആണെങ്കിൽ T5 ചൂസ് ചെയ്തോളാം. ഓക്കെ, ദെൻ ആർച്ച് ഓഫ് അയോട്ട സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും സെയിം ലെവലിൽ തന്നെയാണ്, T4 ലെവലിലാണ് വരുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ദെൻ T5 ലെവലിൽ തൊറാസിക് ഡക്റ്റ് ക്രോസസ് മിഡ് ലൈൻ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ക്രോസ് ചെയ്യുന്നത് T5 ലെവലിലാണ് വരുന്നത്. ദെൻ T8, 10, 12 മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഫ്രത്തിലെ ഓപ്പണിങ്സ് അല്ലേ? T8 വിനക്കവൽ ഓപ്പണിങ്, T10 ഈസോഫാജിയൽ ഓപ്പണിങ്, T12 അയോട്ടിക് ഓപ്പണിങ്. ഓക്കെ, ദെൻ L1 ലെവലിൽ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ സ്പൈനൽ കോഡ് എൻഡ് ചെയ്യുന്ന ലെവലാണ് L1 എന്ന് പറയുന്നത്. L4 അല്ലെ L5 റീജിയൻ ഈസ് ലംബാർ പങ്ക്ചർ റീജിയൻ ആണ്. L4 or L5 സൈഡ് ഫോർ ലംബാർ പങ്ക്ചർ. ഇത്രയെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഹെഡ് ആൻഡ് നെക്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.